മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വ്യാജ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ മന്ത്രി ആർ ബിന്ദു. വാർത്താ സമ്മേളനത്തിൽ അശ്ലീല ആംഗ്യം കാണിക്കുന്നത് പോലെയുള്ള വീഡിയോയാണ് പങ്കുവച്ചത്. പോസ്റ്റിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെ ആർ ബിന്ദു പോസ്റ്റ് ഇപ്പോൾ മുക്കിയിട്ടുണ്ട്. ടിൻഡുദാസ് ജെ നമുക്കൊപ്പം ചേരുകയാണ്. ടിൻഡുദാസ്, ഒരു മന്ത്രിയായിരുന്ന ആളല്ലേ, വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻ, ആ വിഷയത്തിൽ ട്രോളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ആംഗ്യം അല്പം കടന്നുപോയില്ലേ, കേസാകുമോ? വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻ അനുവദിക്കും എന്ന് പറഞ്ഞ് വാഹനപ്രേമികളായ യുവാക്കൾക്ക് വാഗ്ദാനം നൽകി വോട്ട് നേടിയ മുക്കൻ ഇപ്പോൾ ഈ വിഷയത്തിൽ നടുവിരൽ നമസ്കാരം പറയുന്നു. എന്താലേ വിനയം, ലാളിത്യം, ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ക്യൂട്ട്നെസ്. വി ഡി സതീശൻ, ഹാഷ്ടാഗ് വി ഡി സതീശനാ. ആ ഹാഷ്ടാഗ് പോലും മര്യാദക്ക് അടിക്കാൻ കഴിയില്ല, അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ഹാഷ്ടാഗ് അടിക്കുമ്പോൾ ഇപ്പോൾ ഹാഷ്ടാഗ് വി ഡി സതീശനാണെങ്കിൽ ഹാഷ്ടാഗ് കഴിഞ്ഞിട്ട് പിന്നെ സ്പേസ് ഇല്ലാതെ വി ഡി സതീശൻ എന്നടിക്കണം അല്ലേ? ഇത് ഹാഷ്ടാഗ് ഇട്ട് സ്പേസ് ഇട്ട് വി ഇട്ട് സ്പേസ് ഇട്ട് ഡി ഇട്ട് സ്പേസ് ഇട്ട് സതീശൻ. ഇതാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു അശ്ലീലം ബിന്ദുവിൻ്റെ ഒരു 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 ലെവലെന്ന് പറയുന്നത്. അത്രയേ ഉണ്ടാവുള്ളൂ. കാരണം ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. ആരുടെ കൂടെയാ ജീവിതം അശ്ലീലം വിജയരാഘവനുമായിട്ട്. വിജയരാഘവൻ ഇവരുടെ കൂട്ടത്തിൽ എല്ലാം അശ്ലീലങ്ങളാ. ഇത് വിജയരാഘവന്റെ ഭാര്യയാണ്, അത് അശ്ലീലം ബിന്ദു. ഇനി മറ്റൊന്നുണ്ട്, ഡബിൾ അശ്ലീലം, ഡബിൾ അശ്ലീലം റഹീം, അങ്ങനെയാണ് ഇപ്പോൾ നാട്ടുകാർ വിളിക്കുന്നത്. മറ്റവൻ വെറും അശ്ലീലം രാഘവൻ, വിജയരാഘവൻ, മറ്റവൻ ഡബിൾ അശ്ലീലം റഹീം. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായിരുന്ന വ്യക്തി, ആ കസേരയിലിരുന്ന വ്യക്തി, അതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഒരു 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 ലെവൽ, ഒരു സ്റ്റാൻഡേർഡ് ഒന്ന് നോക്കൂ നിങ്ങൾ. വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ നടുവിരൽ ഉയർത്തി കാണിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചിത്രം പങ്കുവെച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ അശ്ലീലം ബിന്ദു wherever I go I take my house on my head എന്ന് ദേശീയ മീഡിയയിൽ പോയിട്ട്, ദേശീയ മാധ്യമങ്ങളിൽ പോയി ഇരുന്ന് സംസാരിച്ച ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അശ്ലീലം ബിന്ദു പറയുന്നു, ആ ഒരു ചിത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ആ ഒരു ചിത്രം കൂടി പങ്കുവെച്ചിട്ട് ചോദിക്കുകയാണ്, വാഗ്ദാനം നൽകി വോട്ട് നേടിയ മുക്കൻ ഇപ്പോൾ ആ വിഷയത്തിൽ നടുവിരൽ നമസ്കാരം പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ മന്ത്രി കസേരയിൽ ഇരുന്നവരാണെങ്കിലും ശരി, ഇവരുടെ ഏറ്റവും ലോക്കൽ ലെവലിലുള്ള ക്രിമികീടാണെങ്കിലും ശരി, എല്ലാത്തിനും പിണറായി വിജയൻ്റെ തീട്ടത്തിലെ ക്രിമികീടത്തിൻ്റെ അതേ ലെവൽ അല്ലേ? ഇപ്പം എല്ലാത്തിനും മന്ത്രിയാകാൻ പറ്റിയില്ല. കാരണം ഒരു മന്ത്രിസഭയിൽ 20-21 അംഗം, മുഖ്യമന്ത്രി അടക്കം 21 ആളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവറ്റുകളെല്ലാം മന്ത്രി ആയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ ക്രിമികീടങ്ങളും ഒരേ ലെവലാ. പിണറായി വിജയൻ്റെ തീട്ടത്തിലെ ക്രിമികീടങ്ങളുടെ ലെവൽ അത്ര മാത്രമേ ഈ അശ്ലീലം ബിന്ദുവിനുള്ളൂ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇവറ്റകളുടെ ക്രിമികീടങ്ങൾ പലതും പടച്ചു വിടാറുണ്ട്. വായിൽ നിന്ന് വരുന്നത് അത്രയും വ്യാജങ്ങൾ മാത്രമാണ്. പച്ചക്കള്ളങ്ങളുടെയും വ്യാജങ്ങളുടെയും പ്രചാരകരായിട്ട് സോഷ്യൽ മീഡിയകളിൽ ക്രിമികീടങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു മന്ത്രി കസേരയിലിരുന്ന വ്യക്തി ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു AI ചിത്രം എടുത്തു വെച്ചിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടുവിരൽ നമസ്കാരം നടത്തുന്നു എന്നിട്ട് പറയാണ് എന്താലേന്ന്. ഇവളുടെ അവസ്ഥ എന്താ? ഈ അശ്ലീലത്തിൻ്റെ അവസ്ഥ എന്താ? ഒരു മന്ത്രി കസേര, ആ മന്ത്രി കസേര ഞാൻ പറയുന്നു, ആ മന്ത്രി കസേര നല്ല പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കണം. ആ മന്ത്രി കസേരയിലാണ് പുതിയ മന്ത്രിമാരെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു റോജി എം ജോണാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. റോജി എം ജോണ് തൻ്റെ ഓഫീസിൽ ഈ ബിന്ദു എങ്ങാനും ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഉടനടി അതിന് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തോ. ഇല്ലെങ്കിൽ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും, ബിന്ദുവിനെ ചാരിയാൽ പിണറായി വിജയൻ്റെ തീട്ടം മണക്കും.
മനസ്സിലായില്ലേ? ബിന്ദു ഇരുന്ന കസേരയിൽ ഇരുന്നാൽ പിണറായി വിജയന്റെ തീട്ടം മണക്കും. കാരണം ആ കസേരയിൽ ഇരുന്നിട്ടാണ് പിണറായി വിജയന്റെ തീട്ടം നക്കിക്കൊണ്ടിരുന്നത്. ഒരു കൃമികീടത്തിന്റെ ലെവല് നോക്കിയ നിങ്ങൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു AI ചിത്രമിട്ട് ഉപയോഗിച്ചിട്ട് പറയാണ്. എന്നാ പിന്നെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരുന്നെങ്കിൽ വിമർശനങ്ങളൊക്കെ ആവാം, ആർക്കും വിമർശിക്കാം, ട്രോളുകളും ആവാം, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഈ വിമർശനങ്ങൾക്ക് ഒരു ആധികാരികത വേണ്ടേ? ഒരു മന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തിയൊക്കെ വിമർശനങ്ങളും പൊതുസമൂഹത്തോട് പലതും വിളിച്ചു പറയുമ്പോൾ അതിലൊരു യാഥാർത്ഥ്യം വേണ്ടേ? ഒരു യാഥാർത്ഥ്യ ബോധം വേണ്ടേ? ഇത് ഈ പറയുന്ന ഏറാമൂലികളായിട്ടുള്ള കൃമികീടങ്ങളുടെ ആ നിലവാരത്തിലേക്ക് താഴ്ന്നു പോയ ഈ അശ്ലീലം, ആ അശ്ലീലം ഇരുന്ന കസേരയിൽ റോജി എം ജോൺ ഇരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ മൂക്കുപൊത്തും. കാരണം നിങ്ങളിരിക്കുന്നത് ബിന്ദു ഇരുന്ന കസേരയിലാ. ആ കസേരയിൽ തീട്ടത്തിൻ്റെ മണമുണ്ട്, തീട്ടത്തിൻ്റെ നാറ്റമുണ്ട് ആ കസേരയിൽ. അതുകൊണ്ട് ആ കസേര ഒഴിവാക്കിയില്ലെങ്കിൽ റോജി എം ജോൺ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയാകും. ജനങ്ങൾ കാണുമ്പോൾ മൂക്കുപൊത്തും, നാണക്കേടാണ്. അതുകൊണ്ട് ആ കസേര പെട്രോൾ ഒഴിച്ച് അങ്ങോട്ട് തീ കത്തിച്ചാളി, അതാ നല്ലത്. എന്നിട്ട് റോജി എം ജോണിനോട് പറയാനുള്ളത്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്നൊരു പൈസ എടുത്തിട്ട് ഒരു കസേര വാങ്ങിയിട്ട് അവിടെ ഇട്ടിട്ട് ഇരിക്കുക, അല്ലാതെ ഇത്തരം തീട്ടങ്ങളിരുന്ന കസേരയിൽ ഇരിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതൊക്കെ പങ്കുവെച്ചിട്ട് ഈ പറയുന്ന അന്തംഗമ്യ അടിമകൾക്കുള്ള തീറ്റ കൊടുത്തിട്ട്, തീറ്റ കൊടുത്തതിന് ശേഷം മെല്ലെ അതങ്ങോട്ട് പിൻവലിക്കുക. ഉളുപ്പി ഇച്ചിരി വേണ്ടേ? എങ്ങനെ ഉണ്ടാകാനാ? ജീവിതം അശ്ലീലം വിജയരാഘവന്റെ കൂടിയാ. അശ്ലീലം വിജയരാഘവന്റെ കൂടെ ജീവിക്കുന്നക്ക് എന്ത് ഉളുപ്പ്? നമ്മൾ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യമാണ് തെറ്റ്. കാരണം നമ്മൾ തിരിച്ചറിയണം, ഇത്തരം അശ്ലീലങ്ങൾക്ക് ഉളുപ്പുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതല്ലേ വേണ്ടത്? എത്രമാത്രം എന്തൊരു കൃമികീടങ്ങളാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സംഭവം രാഷ്ട്രീയപരമായിട്ട് രണ്ട് ചേരികളിലാണ്. വിമർശനങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ സാധാരണക്കാരായ പ്രവർത്തകർ, അതിപ്പോൾ ഏത് പാർട്ടിയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയാറുണ്ട്. സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് ഉണ്ടാവാറുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. UDF വലിയ പുണ്യാളന്മാരാണെന്ന് അങ്ങനെ ഒരു വാദമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു മന്ത്രി കസേരയിലിരുന്ന വ്യക്തി, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? ഒരല്പം ഉളുപ്പ് അത് വേണ്ടേ? ഈ AI ചിത്രങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മാക്സിമം അതിലൂടെയൊക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്. അപ്പോൾ ബിന്ദുവിൻ്റെ ഒക്കെ മൂലം ഇങ്ങനെ കടഞ്ഞോണ്ടിരിക്കുക. ബിന്ദുവിനൊക്കെ മൂലക്കുരുവിൻ്റെ അസ്കിതയുണ്ടോ? വല്ല പൈൽസ് ഡോക്ടറെയും കൊണ്ടുപോയി കാണിക്കണം. കാരണം തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ മൂലം കടച്ചിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല, തോറ്റ് തുന്നം പാറി, ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് കരുതിയിട്ട് ഒരു AI ചിത്രം സ്വന്തമായിട്ടുണ്ടാക്കിയതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ സ്വന്തമായിട്ട് സതീശൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്ത് അതിനൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഇത്തരത്തിൽ ഒരു നടുവിരൽ ഉയർത്തി നിൽക്കുന്ന ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ജ്ഞാനമൊന്നും ഈ മഹതിക്കില്ല. പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ നിങ്ങൾ കാര്യമാക്കണ്ട, അത് പല രീതിയിൽ അവിഹിതമായിട്ട് നേടിയെടുത്തതാ. ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ പരീക്ഷ എഴുതാതെ ഡിഗ്രി പാസ്സായവരുണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാതെ മഹാരാജാസിൽ കോളേജിൽ പഠിപ്പിച്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഡോക്ടറേറ്റൊക്കെ പല വിധത്തിൽ ഒപ്പിച്ചെടുത്തതാ. അതല്ലാതെ അതൊന്നും യഥാർത്ഥത്തിൽ ആ ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കിട്ടിയതല്ല. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. എന്താണെങ്കിലും ജെമിനൈക്ക് കൊടുത്തിട്ട്, സതീശൻ്റെ ഒരു ഫോട്ടോ ജെമിനൈക്ക് കൊടുത്തിട്ട് ആ ഫോട്ടോയിൽ സതീശൻ നടുവിരൽ ഉയർത്തി നിൽക്കുന്നത് പോലെ ആക്കി തരാനുള്ള, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുവാനുള്ള, പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ബുദ്ധിയൊന്നും ഈ ബിന്ദുവിനില്ല. ഒന്നില്ലെങ്കിൽ ആരോ ഉണ്ടാക്കി കൊടുത്തു, അതല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഏതോ കൃമികീടം എവിടെ നിന്നോ ഉണ്ടാക്കിയത് എങ്ങനെയോ കിട്ടി. മേ ബി സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കിട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി ആവശ്യപ്പെട്ടത് പ്രകാരം ഉണ്ടാക്കി അയച്ചു കൊടുത്തതായിരിക്കാം. എന്താണെങ്കിലും
കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ എഐയെ അവലംബിക്കേണ്ട ഗതികേട്, ലോകത്ത് ഒരു ഭരണാധികാരിയെ വിമർശിക്കാൻ എഐയുടെ സഹായത്തോടു കൂടി ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്യേണ്ട ഗതികേട് സഖാക്കൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ നിന്ന് മറ്റൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. എന്താണ്? സതീശനെതിരെ വാ തുറക്കാൻ ഇവർക്ക് വിഷയങ്ങളില്ല, സതീശനെതിരെ മിണ്ടാൻ ഇവർക്ക് വിഷയങ്ങളില്ല. അതുകൊണ്ട് ഈ സഹായത്തോടു കൂടി പല നുറുങ്ങ് വിദ്യകളും കാണിച്ച് സതീശനെതിരെ ആഭാസകരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്മേൽ വിമർശനങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്താണെങ്കിലും വിവിധ കോണുകളിൽ നിന്ന് ആരോ വിളിച്ച് നല്ല ഒന്നാം തരം തെറി പറഞ്ഞിട്ടുണ്ട്, നല്ല ഭരണിപ്പാട്ട് ആരോ നടത്തിയിട്ടുണ്ട്. അത് കേട്ട ഉടനെ മഹദി ഈ പറയുന്ന ഫേസ്ബുക്കിലെ തൻ്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാ. എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ നിലവാരം എന്നുള്ളത് ഇവറ്റുകളുടെ ഒരു കാര്യം. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF സർക്കാർ അധികാരത്തിൽ വന്ന പിന്നെ ഉണ്ടായ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ അറിയോ? അത് ഞാൻ പറയാ, ഈ പറയുന്ന ആശാവർക്കന്മാരുടെ ഇത് ഓണറേറിയം 3000 ആക്കിയതോ, അല്ലെങ്കിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞതോ, ഇതൊന്നുമല്ല. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, കേരളത്തിൻ്റെ സമൂഹത്തിനുണ്ടായ അഡ്വാൻറ്റേജ്, ഈ കൃമികീടങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം, അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിച്ചു. അതാണ് ഈ പറയുന്ന UDF സർക്കാർ വന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവറ്റങ്ങൾ വ്യാജന്മാരാണ്. ഇവറ്റങ്ങൾ വാ തുറന്നാൽ 1 കള്ളം പറയാൻ, 2 നക്കാൻ, 3 ഊമ്പാൻ. അപ്പോൾ ഇത്തരം കൃമികീടങ്ങളുടെ നിലവാരം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൃത്യമായി അളക്കാൻ സാധിച്ചു എന്നുള്ളതാണ് UDF ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ മന്ത്രി കസേരയിൽ ഇരുന്ന ഒരു പമ്പര വിടീന്നൊന്നല്ല പറയണ്ടേ, ഒന്നാം തരം കൃമിനെ, ആ കൃമികീടം. ഇതല്ലാതെ പിന്നെ വേറെ എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല.